KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് അല്പസമയത്തിനകം കാസർഗോഡ് തുടക്കമാകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് യാത്ര അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സംഘടനയെ ശക്തമാക്കുകയാണ് യാത്ര കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഒപ്പം കേരള സർക്കാരുകളുടെ നയത്തിനും ധൂർത്തിനും വിലക്കയറ്റം, അഴിമതി, ക്രമസമാധാന തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യാത്രയിലുടനീളം 14 ജില്ലകളിലും ഉയർത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്. അർജുൻ കല്യാട് ഒപ്പം തന്നെ അർജുൻ ഹേമ എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം തന്നെ അർജുൻ കല്യാടിലേക്ക്. അർജുൻ, ഈ പരിപാടി എപ്പോഴാണ് ആരംഭിക്കുന്നത്? നേതാക്കളെല്ലാം തന്നെ എത്തിത്തുടങ്ങിയോ? ബിനിൽ, എന്തായാലും കാസർഗോഡ് കോൺഗ്രസിൻ്റെ സമരാഗ്നിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നേതാക്കളെല്ലാവരും തന്നെ കാസർഗോഡേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഗസ്റ്റ് ഹൗസിലാണ് കോൺഗ്രസിൻ്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ കെ സുധാകരനും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും എല്ലാവരും ഉള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ നേതാക്കളെല്ലാം ഇവിടെ നിന്ന് സമരം നടക്കുന്ന കാസർഗോഡ് നഗരസഭയുടെ സ്റ്റേഡിയത്തിനകത്തേക്ക് പോവുകയും ചെയ്യും. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. വലിയ രീതിയിൽ നേതാക്കളെല്ലാം കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പരിച്ഛേദം തന്നെ കാസർഗോഡേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും തന്നെ ഇതൊരു വലിയ രീതിയിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരു ആ രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സമരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പ്രക്ഷോഭയാത്രയെ കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലയിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ KC വേണുഗോപാലും അതുപോലെ തന്നെ കെ സുധാകരനും വി ഡി സതീശനും ഈ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. 3 മണിയാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ കൂടി 4 മണിക്ക് പരിപാടി തുടങ്ങാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ പിന്നിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന വിഷയങ്ങൾ, അത്തരത്തിൽ വിലക്കയറ്റം, അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത തുടങ്ങിയിട്ടുള്ള ഭരണ പരാജയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ജനങ്ങളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ പ്രക്ഷോഭ യാത്ര എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണ പരിപാടിയാണ് ഇത് നമുക്ക് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. നമ്മൾ നേതാക്കളെല്ലാവരും തന്നെ ഉണ്ട്. നമുക്ക് തൃക്കാക്കര MLA ഉമാ തോമസ് ഉണ്ട്. എന്താണ് സമരത്തിന്റെ ഭാഗമായിട്ട് കാസർഗോഡേക്ക് എത്തിയതാണ്? ഇത് വലിയ രീതിയിൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റമായി മാറുമെന്ന് തന്നെയാണ് സംശയം. എന്താ ഉള്ളത്? കേന്ദ്രത്തിനും കേരളത്തിനും എതിരെയുള്ള ഒരു തയ്യാറെടുപ്പാണ്. ജനങ്ങൾ കൈകോർക്കുക തന്നെ ചെയ്യും. ഈ അഗ്നി ഈ കേരളം മുഴുവൻ പടരും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. പിന്നെ തീർച്ചയായിട്ടും എന്തായാലും കേരളത്തിൽ എല്ലാവരും ഈ സമരാവേശത്തിൽ തന്നെയാണ്. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ശക്തിയായിട്ട് തന്നെ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണെന്നാണ് പറയാനുള്ളത്. എല്ലാവരും തമ്മിലുള്ള ഒരു പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിനൊരു ഒറ്റക്കെട്ടായി ഇറങ്ങുന്നൊരു സന്ദേശമാണ്. പിണക്കെന്നൊന്നും പറയരുത്. ഞങ്ങൾ അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞു തീർക്കാനുള്ളതാ. ജനാധിപത്യ രീതിയിലാണ് ഞങ്ങളുടെ പാർട്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഫാസിസ്റ്റ് രീതിയിലല്ല. ഞങ്ങൾ പുറത്തുള്ളവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളത് കേൾക്കാനും അത് പരിഹരിക്കാനും മനസ്സുള്ളവരാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞ് അത് തീർത്തോളും. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതേ ഇപ്പം ഉയർന്നു വന്നിട്ടുള്ള എക്സാലോജിക് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFIയുടെ അന്വേഷണത്തെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി വീണ വിജയൻ നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ അന്വേഷണത്തെ ഭയക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്നത് എന്നുള്ള അതൊരു ഭയമുണ്ട് പിണറായി വിജയന് ഈ അന്വേഷണങ്ങളെല്ലാം എന്നുള്ളതാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് എന്നെ സൂചിപ്പിച്ചത്. ഞാൻ പറയട്ടെ, കുറച്ച് നാൾ മുമ്പ് 2021 എൻ്റെ ഭർത്താവ് പറഞ്ഞ കുറച്ച് വാചകങ്ങളുണ്ട്. അത് സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മിക്കവാറും അഴിയെണ്ണുന്നയാളെ കാണേണ്ടി വരും. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു സമരപ്രഖ്യാപനമാണ്. അത്തരത്തിൽ എല്ലാ വിഷയങ്ങളും, അഴിമതിയും ധൂർത്തും തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രചരണ പരിപാടിയായി തന്നെയാണ് ഇത് മാറുന്നത്. അല്പസമയത്ത് ഏകദേശം ഒരു 4 മണിയോടുകൂടി തന്നെ പരിപാടി തുടങ്ങാൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കളെല്ലാവരും പങ്കുവെക്കുന്നത്. എല്ലാ നേതാക്കളും എത്തിയിട്ടുണ്ട്. KC വേണുഗോപാലും അതുപോലെ തന്നെ കെ സുധാകരനും വി ഡി സതീശനുമെല്ലാം ഗസ്റ്റ് ഹൗസിലുണ്ട്. അല്പസമയത്തിനകം തന്നെ അവരെല്ലാവരും തന്നെ ഇവിടെ നിന്ന് അൻവർ സാദത്ത് MLA ഉണ്ട്. എന്താണ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങളെ ഇന്ന് നമുക്കെല്ലാവർക്കും പറയാം, ജനങ്ങളെ പൊറുതിമുട്ടിയിരിക്കുകയാണ്.
സാമ്പത്തികമായ വലിയ പ്രതിസന്ധി കേരളത്തിൽ നേരിടുന്നു. അതുപോലെ തന്നെ ജനവിരുദ്ധ സർക്കാരായി രണ്ട് സർക്കാരും മാറുക. അപ്പോൾ ഈ രണ്ട് സർക്കാർക്കെതിരെ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ടവരാണ് ബഹുമാനായ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഈ ജാഥ ഇന്ന് ആരംഭിക്കുന്നത്. അത് ജനമനസ്സറിഞ്ഞുകൊണ്ടുള്ള ജാഥയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടെ പെൻഷൻ കിട്ടുന്നില്ല, അതുപോലെ തന്നെ വേണ്ട രീതിയിൽ വികസന പ്രവർത്തനം നടത്താനുള്ള ഫണ്ടില്ല, അങ്ങനെ എല്ലാ രീതിയിലും. അതുപോലെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു. പോലീസ് എന്താ ചെയ്യുന്നത് പോലീസിനെ അറിയില്ല. പോലീസിനെ ഞങ്ങളെപ്പോഴും പറയുന്നത് പോലെ വേറൊരു സംഘമാണ് പോലീസിനെ നയിക്കുന്നത്. അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോൾ, കേരളത്തിൽ രണ്ട് സർക്കാരുകൾ ഒരു ജനവികാരം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സമരം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ജനമനസ്സറിഞ്ഞുള്ള ഒരു സമരമാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള അർജുൻ കല്യാടാണ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേതാക്കളെല്ലാം തന്നെ അവിടെയാണുള്ളത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ നിന്ന് അല്പസമയത്തിനോടകം തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഈ പ്രധാന വേദിയിൽ നിന്ന് അർജുൻ ഹേമ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഈ വേദിയിലെ ഒരുക്കങ്ങൾ എത്രത്തോളം ആയി കഴിഞ്ഞിരിക്കുന്നു? പ്രവർത്തകരെല്ലാം തന്നെ ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു? ബിനിൽ, പ്രവർത്തകർ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 3 മണിക്ക് ഈ പരിപാടി തുടങ്ങുമെന്നായിരുന്നു നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 4 മണിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. നേതാക്കൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എന്തായാലും എത്തിച്ചേരും. ഇപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. പ്രവർത്തകർ എല്ലാം തന്നെ ഇവിടെ എത്തുകയാണ്. അവരുടെ ഇരിപ്പിടങ്ങളിലെല്ലാം ഇരിക്കുകയാണ്. അതായത് വലിയൊരു തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. 4 ലക്ഷത്തോളം പേരെ കോൺഗ്രസ് ഇവിടെ അണിനിരത്തുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 14 ജില്ലകളിൽ കൂടി കടന്നു പോകുന്ന ഈ യാത്രയിൽ 15 ലക്ഷത്തോളം ആളുകൾ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കണക്കാണെങ്കിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രവർത്തകരൊക്കെ തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് പ്രധാന വേദി എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും നേതാക്കളൊക്കെ ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിച്ചേരും. ഇതിൽ പ്രധാനമായും പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് കോൺഗ്രസ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിജയം ഇതിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമായും അഴിമതി, വിലക്കയറ്റം, ദൂർത്ത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ രണ്ട് സർക്കാരുകൾക്കെതിരെയും ഇവർ ഒരു പ്രതിഷേധമായി അല്ലെങ്കിൽ ഒരു സമരമുറയായി കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും കോൺഗ്രസ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വിമർശനങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ഉയർന്നിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അടിത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് കടക്കുന്നത്. ഇതിൽ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഇവർ UDF കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസിന് UDFന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി 14 ജില്ലകളിൽ കൂടി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വലിയ ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ വിജയം, കോൺഗ്രസിനെ കൂടുതൽ കരുത്താർജിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ പരിപാടിയുടെ ഭാഗമായുള്ളത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആളുകളെല്ലാം തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആളുകളുടെ ഒരു ഒഴുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപാടി ഒരു വിജയമായി തീരുമെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ വിലയിരുത്താൻ കഴിയുന്നത്. 4 മണിക്ക് തന്നെ പരിപാടികൾ ആരംഭിക്കുമെന്നായിരുന്നു പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ നേതാക്കൾ ഗസ്റ്റ് ഹൗസിലാണ് കാസർഗോഡ്. അവിടെ നിന്നും ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു സമയമെടുക്കും. ഏകദേശം ഒരു 15-20 മിനിറ്റോട് കൂടിയിട്ടാകും ഏകദേശം എടുക്കുക നേതാക്കൾ ഇവിടെ എത്തിച്ചേരാൻ. ഇതിന്റെ പ്രധാന ഉദ്ഘാടനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് നിർവഹിക്കുന്നത്. സമരാഗ്നി 14 ജില്ലകളിൽ കൂടി കടന്നു പോകുന്ന സമരാഗ്നി KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്നാണ്. ഇതിൽ വിമർശനങ്ങളൊക്കെ ഈ രണ്ട് സർക്കാരുകൾക്കെതിരെ നിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തായാലും ഈ പരിപാടിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാണ്. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന കോൺഗ്രസിന്റെ സമരാഗ്നി പ്രക്ഷോഭയാത്ര അല്പസമയത്തിനോടകം തന്നെ കാസർഗോഡ് നിന്ന് ആരംഭിക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അല്പസമയത്തിനോടകം തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് അർജുൻ ഹേമയും
അർജുൻ കല്യാടും കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി സംഘടനയെ ഒരുക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പരമാവധി ജനരോക്ഷം ഉയർത്തിവിട്ടുകൊണ്ട് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളം തന്നെയാണ്. കഴിഞ്ഞ തവണ 19-1 എന്നായിരുന്നു സീറ്റ് നിലയെങ്കിൽ ഇത്തവണ 20 കിട്ടണം എന്നുള്ളൊരു നിലപാടാണ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഉള്ളത്. സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് വലിയൊരു ഉദ്യമം തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ മുകളിലുള്ളത്. അതുകൂടി മുൻകൂട്ടി കണ്ടു തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് സമരാഗ്നിയുമായി തെരുവിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ആ അഗ്നി ജ്വലിക്കുമോ ഇല്ലയോ എന്നത് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കും.